ആദിലയും നൂറയും അനുമോളുടെ ഉറ്റ സുഹൃത്താണ്. അതേപോലെ തന്നെ അനുമോൾക്ക് ആദിലയും നൂറയും ഭയങ്കര കാര്യമാണ്. ഇവർ നമ്മൾ നല്ല സൗഹൃദത്തിലാണ് 3 പേരും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, ഒരു പക്ഷേ എൻ്റെ തോന്നലായിരിക്കാം. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ആദിലയും നൂറയും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അതിപ്പോൾ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ചോദിക്കുകയാണെങ്കിൽ അനുമോളുടെ അടുത്താണ് ചോദിക്കുന്നതെങ്കിൽ അനുമോൾ ആദിലേനെ എങ്ങനെയാണ് ആ തെറ്റ് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കുക, മോശമല്ലേ, ആ സൗഹൃദത്തിൽ വിള്ളൽ വീഴോ, ആദിലെൻ്റെ സുഹൃത്തല്ലേ, നൂറ എൻ്റെ സുഹൃത്തല്ലേ, അതുകൊണ്ട് മെല്ലനെ പറഞ്ഞു ഒപ്പിച്ച് എവിടെയും തൊടാതെ അങ്ങ് പോകുന്ന അനുമോളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അനുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കിച്ചൺ വിഷയവുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ഇന്നത്തെ പ്രൊമോയിൽ ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ എപ്പിസോഡിൽ അതുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ആദില അനുമോൾ ചെയ്ത തെറ്റുകൾ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ലൈവിലും അങ്ങനെ തന്നെയായിരുന്നു. കിച്ചണിലെ ഒരു പ്രശ്നം നടന്നപ്പോൾ, അനുമോളുമായി ബന്ധപ്പെട്ട പ്രശ്നം നടന്നപ്പോൾ ആദില കൃത്യമായിട്ട് അനുമോളെ ഷൗട്ട് ചെയ്ത് അനുമോളെ തേച്ചൊട്ടിക്കുന്ന ആദിലേനെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നൂറയും. പക്ഷേ നൂറയും ആദിലയും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അനുമോൾ അത്രത്തോളം അങ്ങോട്ട്, അതായത് ഇവരെ സൗഹൃദത്തിൽ വിള്ളൽ വീഴണ്ട എന്ന് വിചാരിച്ചിട്ട് അനുമോൾ അങ്ങ് മിണ്ടാതെ, ഇവരെ എങ്ങനെയാണ് പറയുക എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന അനുമോളെയും കണ്ടിട്ടുണ്ട്. എന്തായാലും ആദിലയ്ക്ക് അനുമോളെടുത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയും. അത് ലാലേട്ടന് മുമ്പിലായാലും സൗഹൃദം ഒന്നും നോക്കാതെ കൃത്യമായിട്ട് പറയുന്ന ഒരു ആദില നൂറേനെയാണ് കണ്ടത്. അനുമോളെ നേരെ എന്താണ് അത് പറഞ്ഞാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവരെ ന്യായീകരിക്കുന്ന ഒരു അനുമോളെയും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എൻ്റെ തോന്നലാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ ഒരു കമൻറ്റ് അഭിപ്രായപ്പെടുക.